20 വർഷം കിട്ടിയിട്ടും തിരുവല്ല മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഒരു കുട്ട മണ്ണിടാൻ കഴിയാതിരുന്ന ആളാണ് മാത്യു ടി തോമസ് എന്ന UDF സ്ഥാനാർത്ഥി. മാർത്തോമ സഭയെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കലർത്താൻ താല്പര്യപ്പെടുന്നില്ല എന്നും അഡ്വക്കേറ്റ് വർഗീസ് മാമൻ പറഞ്ഞു. തിരുവല്ലയുടെ പൊതുപ്രവർത്തന രംഗത്ത് പതിറ്റാണ്ടുകളായി സുപരിചിതനായ ആളാണ് വർഗീസ് മാമൻ. അഭിഭാഷകൻ കൂടിയാണ്. ആദ്യ മത്സരമാണ്, എൻ്റെ കന്നി മത്സരമാണ്. തിരുവല്ല മാർത്തോമ കോളേജാണ് രാഷ്ട്രീയത്തിലും പൊതുജീവിതത്തിലും എന്നെ രൂപപ്പെടുത്തിയത്. ആ കോളേജിൻ്റെ ക്യാമ്പസിൽ നിൽക്കുമ്പോൾ തീർച്ചും വൈകാരികമായി മാത്രമേ സംസാരിക്കാൻ കഴിയത്തുള്ളൂ. ഞാൻ കേരള വിദ്യാർത്ഥി കോൺഗ്രസിൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റായി മാർത്തോമ കോളേജിൽ നിന്ന് ആരംഭിച്ചതാണ് എൻ്റെ രാഷ്ട്രീയ യാത്ര. ഇന്ന് UDFൻ്റെ ജില്ലാ ചെയർമാനും പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റുമായിട്ടൊക്കെ നിൽക്കാൻ കഴിയുമ്പോൾ കടന്നു വന്ന വഴികളിലേക്ക് കിട്ടിയ വലിയ സ്നേഹവും പിന്തുണയും പ്രോത്സാഹനവും ഒക്കെയാണ് എൻ്റെ മനസ്സിലൂടെ കടന്നു വരുന്നത്. മറ്റൊരു പ്രത്യേകത, ഇക്കുറി ഇടത് വലത് മുന്നണി സ്ഥാനാർത്ഥികൾ രണ്ടുപേരും മാർത്തോമ സഭ വിശ്വാസികളും അതിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളുമാണ്. ഒരിക്കൽ പോലും സഭയുടെയോ സമുദായത്തിൻ്റെയോ പേരിൽ രാഷ്ട്രീയത്തെ കൂട്ടിക്കുഴയ്ക്കുന്നവരല്ല ഞങ്ങൾ. ഏത് മതവിഭാഗമാണെങ്കിലും നാടിൻ്റെ നന്മയും ജനങ്ങളുടെ നന്മയുമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നതാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പാരമ്പര്യം. അത്തരത്തിലുള്ള ഒരു ചിന്താഗതിയും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടാൻ ആഗ്രഹിക്കുന്നില്ല. പ്രധാന എതിരാളി തീർച്ചയായും ഇടതുമുന്നണി സ്ഥാനാർത്ഥി മുൻ മന്ത്രി കൂടിയായ മാത്യു ടി തോമസ് ആണല്ലോ. 20 വർഷ കാലയളവിൽ അദ്ദേഹം വലിയ അഭിമാനകരമായ നേട്ടങ്ങൾ വികസന രംഗത്ത് അവകാശപ്പെടുന്നുണ്ട്. കേവലം കെട്ടിടങ്ങൾ ഉയർത്തിയതുകൊണ്ടോ ഏതെങ്കിലും 4 റോഡുകൾ പണിതുകൊണ്ടോ വികസനം. ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവൻ്റെ ജീവിതം ഉയർത്താൻ എന്ത് കഴിഞ്ഞു? ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ നടക്കുകയാണ്. ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ എന്തെങ്കിലും ഒരു പദ്ധതി കൊണ്ടുവന്നോ? തിരുവല്ലയിലെ ഗവൺമെൻറ് ആശുപത്രി സാധാരണക്കാരൻ ചികിത്സയ്ക്ക് വേണ്ടി നെട്ടോട്ട് ഓടുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്നാലും തിരുവല്ല താലൂക്ക് ആശുപത്രി റെഫർ ചെയ്യുന്ന ഒരു രോഗിക്കോ ചികിത്സയും ഈ സംസ്ഥാനത്തില്ല. പാവപ്പെട്ടവൻ്റെ സ്ഥിതി എന്താണ്? 2 അറ്റം കൂട്ടിമുട്ടിക്കുന്നതിൻ്റെ പാവപ്പെട്ട ബുദ്ധിമുട്ടാണ്. വിലക്കയറ്റം, നികുതി വർധനവ്, തൊഴിലില്ലായ്മ, ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നതോടൊപ്പം തിരുവല്ലയിലെ കായിക പ്രേമികളുടെ ഏറ്റവും വലിയ സ്ഥാപനമാണ് തിരുവല്ല പബ്ലിക് സ്റ്റേഡിയം. ഒരു കൊട്ട മണ്ണ് പോലിടുവാൻ കഴിഞ്ഞ 20 വർഷമായി ഈ ഗവൺമെൻറ്റിനോ ജനപ്രതിനിധിക്കോ കഴിഞ്ഞു. ഈ BJPയുടെ പ്രതിനിധി വളരെ നേരത്തെ രംഗത്ത് പ്രചാരണ രംഗത്ത് ഇറങ്ങി. അവർ വലിയ തോതിൽ സന്നാഹങ്ങളുമായി സജീവമായി ഉണ്ട് താനും. BJP ഞങ്ങൾ കാണുന്നത് അങ്ങനെയല്ല. BJP ഇന്ത്യയിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന, ഇന്ത്യയിലെ ജനങ്ങളെ വർഗീയമായി ധ്രുവീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇന്ത്യയിലെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട അനേകർ ജയിലിൽ കിടക്കുകയാണ്. അവരോട് എന്ത് പറയാനുണ്ട്? വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ കന്യാസ്ത്രീകളടക്കം പുരോഹിതരടക്കം മിഷണറിമാരടക്കം പീഡിപ്പിക്കപ്പെടുകയാണ്. ഇതിനെക്കുറിച്ച് BJPക്ക് എന്താണ് പറയാനുള്ളതെന്നാണ് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്ത് വികസന അജണ്ടയാണ് BJP ഈ സംസ്ഥാനത്തിന് കഴിഞ്ഞ 3 ഭരണത്തിലൂടെ നേടിക്കൊടുത്തത്? കേരളത്തിലെ നടത്തിയ വികസന പ്രവർത്തനങ്ങളിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്തും കരുണാകരൻ്റെ കാലത്തും ആന്റണിയുടെ കാലത്തുമാണ്. കൊച്ചി മെട്രോ അടക്കം, വല്ലാർപ്പാടമടക്കം, വിഴിഞ്ഞം തുറമുഖമടക്കം ഈ നാട്ടിൽ 4 മെഡിക്കൽ കോളേജുള്ള സ്ഥാനത്ത് 14 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ സ്ഥാപിച്ച ശ്രീ ഉമ്മൻചാണ്ടി. എന്ത് കേന്ദ്ര ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്ത് പദ്ധതിയാണ് BJP കഴിഞ്ഞ 10 വർഷമായി ഈ കേരളത്തിൽ നടപ്പിലാക്കിയത്? അപ്പുറം നടപ്പിലാക്കാത്ത ഒരു പാർട്ടി, ഒരു സംവിധാനവും എന്താണ് ഇനിയും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കേവലം വെറും അവിടെ രാഷ്ട്രീയ നാടകം എന്നുള്ളതിനപ്പുറത്തുനിന്ന് BJP ഈ തെരഞ്ഞെടുപ്പിൽ തിരുവല്ലയിൽ ഒരു പ്രസക്തമായി ഒരു മത്സരരംഗത്തുണ്ടെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഇവിടെ ഇടതുമുന്നണിയും ഞങ്ങളും തമ്മിലുള്ള മത്സരം. എല്ലാവിധ ആശംസകളും. കന്നി അംഗത്തിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് വർഗീസ് മാമനും UDF പ്രവർത്തകരും പ്രചരണ രംഗത്ത് സജീവമാകുന്നത്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.